ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബോട്ടിലാട്ട്. അപ്പോൾ കുറേ കൂട്ടുകാരായിട്ട് പറയുന്നുണ്ട് പെയിൻ്റ് ഇല്ലാത്ത ബോട്ടിലാട്ടുമായിട്ട് വീണ്ടും വരാനായിട്ട്. അപ്പോൾ ഇന്ന് പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബോട്ടിലാട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലാസ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബോട്ടിലാട്ടിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബോട്ടിൽ എടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വൂളാണ് എടുക്കുന്നത്. ഏത് കളർ വൂള് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, രണ്ട് ഐറ്റമാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ വൂളാണ്. എന്നിട്ട് ഈ വൂള് നമ്മളൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇതുപോലെ ഏകദേശം ഈ ഒരു ഇത്രയും ലെങ്ത്തിലാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്യാണ്. പല വൂള് വെച്ച് ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള വൂള് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചുറ്റി കൊടുത്തു. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പുറത്തെ ഭാഗത്ത് വീണ്ടും വൂള് ചുറ്റി കൊടുക്കുകയാണ് നമ്മൾ. സെയിം പ്രോസസ്സ് തന്നെ ആദ്യം ഒന്ന് കെട്ടിയിട്ട് ഗ്ലൂ ഇട്ട് വൂള് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് വരുമ്പോൾ വീണ്ടും നമ്മളതൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നോട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇതുപോലെ നമ്മൾ വെക്കും. അതിനുശേഷം ഇങ്ങനെ ഒന്ന് കൈ പിടിച്ച് ട്വിസ്റ്റ് ചെയ്യാതെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു നോട്ട് വീഴും. ഓക്കെ, അപ്പോൾ അത് ഗ്ലൂ ഇടുന്നേക്കാളും കുറച്ചുകൂടെ ഉറച്ച് നിൽക്കും. എന്നിട്ട് ഗ്ലൂ ഇടും. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള നമ്മളുടെ വൂളങ്ങ് കട്ട് ചെയ്ത് മാറ്റും. കണ്ടോ, അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഇതുപോലെ നമ്മൾ വൂളിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ഇതിൽ ആ ഗ്യാപ്പ് ഇടുന്ന ഭാഗത്ത് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, വൂളില്ലാത്ത ഭാഗം, അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഗ്ലിറ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ ഗ്യാപ്പിൽ മാത്രമേ ആവാൻ പാടുള്ളൂ. നമ്മുടെ വൂളുമ്മൽ ഗ്ലൂ ആവാതെ ചെയ്യാം. എന്നിട്ട് അതിന് മുകളിൽ നമ്മളിതുപോലെ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഗ്ലിറ്റർ ഇതുപോലത്തെ ബോക്സിലോ അല്ലെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കാം. അതേ സെയിം പ്രൊസീജിയറിൽ തന്നെ നമ്മൾ മുകളിലത്തെ ഭാഗം ലീവ് ചെയ്തിട്ടുണ്ടല്ലോ വൂളില്ലാതെ, അവിടെയും നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ താഴെ ഒരു പേപ്പറോ എന്തെങ്കിലും വെക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഗ്ലിറ്റർ നമുക്ക് റീയൂസ് ചെയ്യാമല്ലോ. താഴെ ഇങ്ങനെ പരന്ന് കിടന്ന് നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അങ്ങനത്തെ പേപ്പറിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോക്സിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നോക്കി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതാ ഈ മുകളിൽ ഈ ഭാഗത്തും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ആ ഒരു ഗ്യാപ്പിൽ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള ഏത് കളേഴ്സ് ഗ്ലിറ്ററും അതുപോലെ തന്നെ ഇഷ്ടമുള്ള വൂളും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മെത്തേഡിൽ. ഇനി ഇതാ ഈ താഴത്തെ ഭാഗം കുറച്ച് നമ്മൾ വൂൾ ഒട്ടിക്കാൻ പറ്റാത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടെ നമ്മളൊന്ന് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗം ഫില്ലാകും നമ്മുടെ ഫുൾ ബോട്ടിൽ. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ സെയിം പ്രോസസ്സിൽ തന്നെ നമ്മൾ അവിടെയും ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്ലിറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഗ്ലിറ്റർ മുഴുവൻ നമ്മളുടെ ആ പേപ്പറിലോട്ട് വീഴും. ഇനി അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഗ്ലിറ്ററിനെ നമുക്ക് നോക്കി പേപ്പർ ഇട്ട കാരണം നോക്കൂ, തിരിച്ച് നമുക്ക് നമ്മുടെ ആ കവറിലോട്ട് നമുക്ക് തിരിച്ച് എടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനാണ് താഴെ ഒരു പേപ്പർ ഇടാൻ പറഞ്ഞത്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വൂളുമ്മ ഗ്ലിറ്റർ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ അത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം വൂളൊട്ടിച്ചത് നന്നായി ഉണങ്ങണം. എന്നിട്ട് വേണം നമ്മൾ ഗ്ലിറ്റർ കൊടുക്കാൻ. ഗ്ലിറ്റർ കൊടുത്ത് അതും ഒന്ന് ഉണങ്ങിയതിന് ശേഷം വേണം ഇതൊന്ന് തട്ടി കൊടുക്കാനായിട്ട്. ബാക്കി നമ്മുടെ ഗ്ലൂവിൻ്റെ മുകളിലുള്ളത് പിന്നെ പോയിക്കോളൂ കേട്ടോ. പിന്നെ ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുത്തായിട്ട് കൊടുക്കാം. അതായത് ആ ഗ്ലിറ്ററിൻ്റെ അത്രയും ഗ്യാപ്പിൽ തന്നെ വൂള് കൊടുക്കാം, പിന്നെയും ഗ്ലിറ്റർ കൊടുക്കുക, ഒരേ ഗ്യാപ്പിൽ തന്നെ കൊടുക്കാം. അതല്ലെങ്കിൽ പല പല കളേഴ്സ് വെച്ചിട്ട് വേണമെങ്കിൽ പല പല കളേഴ്സിൽ കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. വൂളും ഇതൊക്കെ പലതായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടും പെയിൻ്റ് ഒന്നും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഓൾ.